കുട്ടിക്കാലം മുതൽ തന്നെ ഒരു ബിസിനസ്സുകാരനാകണം എന്ന മോഹവുമായി പലതരത്തിലുള്ള ജോലികൾ ചെയ്ത് തൻ്റെ 41-ാമത്തെ വയസ്സിൽ ഒരു കൊച്ചു കടമുറി തുടങ്ങി കുതിരപ്പുറത്ത് സഞ്ചരിച്ച് താൻ നിർമ്മിക്കുന്ന ബോൾട്ടുകളും സ്ക്രൂകളും ഡോറുകൾക്കാവശ്യമായ ഹിഞ്ചസുകളും വിൽപ്പന നടത്തി അമേരിക്കയിലെ കണക്റ്റിക്കട്ട് സ്റ്റേറ്റിലെ വ്യവസായ നഗരമായ ന്യൂ ബ്രിട്ടനിലെ ആദ്യത്തെ മേയറായ ഒരു വ്യക്തി. കാലഘട്ടത്തിനനുസരിച്ച് ബിസിനസ്സിൽ മാറ്റം വരുത്തി 1-2 ലോകമഹായുദ്ധങ്ങൾക്കാവശ്യമായ പടക്കോപ്പുകളും താൽക്കാലിക പാലങ്ങളും മറ്റും നിർമ്മിക്കുന്നതിനാവശ്യമായ കടുപ്പമേറിയ ടൂളുകൾ നിർമ്മിച്ചും ബഹിരാകാശ നാസ പരിവേഷണത്തിനാവശ്യമായ ഗുരുത്വാകർഷണ ബലം കുറഞ്ഞ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന തരം ടൂളുകൾ നിർമ്മിച്ചും ലോകത്തിലെ ഏറ്റവും വലിയ ഹാൻഡ് ടൂൾ നിർമ്മാതാക്കളായ ഒരു കമ്പനി. യൂറോപ്പിലും ഗൾഫ് രാജ്യങ്ങളിലും തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടൂള്. വിദേശത്ത് ജോലി ചെയ്യുന്നവരോട് നാട്ടിലുള്ളവർ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ടൂളുകൾ നിർമ്മിക്കുന്ന സ്റ്റാൻലി എന്ന കമ്പനിയെക്കുറിച്ചും അതിൻ്റെ അമരക്കാരനായ ഫ്രെഡറിക് സ്റ്റാൻലിയെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സുഹൃത്തുക്കളെ, വീട് സംബന്ധമായ കാര്യങ്ങളും മറ്റ് നാട്ടുകാര്യങ്ങളുമാണ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ആശാരിമാർക്കാവശ്യമായ ഹാൻഡ് പ്ലെയിനറുകൾ നിർമ്മിച്ച് പ്രശസ്തമായ ഒരു കമ്പനിയാണ് സ്റ്റാൻലി. സ്ക്രൂഡ്രൈവറുകൾ, കട്ടറുകൾ, പ്ലെയറുകൾ, മെഷറിംഗ് ടേപ്പുകൾ, സ്പിരിറ്റ് ലെവലുകൾ എന്നിങ്ങനെ ഒട്ടനവധി പ്രൊഡക്റ്റുകൾ നിർമ്മിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ഹാൻഡ് ടൂൾ നിർമ്മാതാക്കളാണ് സ്റ്റാൻലി. ലോകത്തിലെ ആദ്യത്തെ പവർ മെഷറിംഗ് ടേപ്പ്, അതായത് ഓട്ടോമാറ്റിക്കായി ഉള്ളിലേക്ക് വലിഞ്ഞു പോകുന്ന രീതിയിലുള്ള മെഷറിംഗ് ടേപ്പ് ആദ്യമായി നിർമ്മിച്ചത് സ്റ്റാൻലി കമ്പനിയാണ്. അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ ആശാരിമാർ മരം മിനുസപ്പെടുത്തുന്നതിനായി ഉപയോഗിച്ചിരുന്നത് മരം കൊണ്ട് നിർമ്മിച്ച പ്ലെയിനറുകൾ ആയിരുന്നു. അതായത് വടക്കേ മലബാർ ഭാഗങ്ങളിൽ ചിപ്പിളി എന്നും തെക്കൻ ഭാഗങ്ങളിൽ ചിന്തൂര് എന്ന് അറിയപ്പെടുന്ന പ്ലെയിനർ. ഇത് ആദ്യമായി നിർമ്മിച്ചതിലൂടെയാണ് കമ്പനി വളരെ പ്രശസ്തമായത്. ഇതുകൂടാതെ ലോകത്തിലെ ഏറ്റവും ക്വാളിറ്റിയുള്ള, എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതും കൈകൾക്ക് പരിക്കു പറ്റാത്ത രീതിയിൽ റബ്ബർ കൊണ്ട് കവർ ചെയ്തിട്ടുള്ളതുമായ ക്വാളിറ്റിയുള്ള പല ഹാൻഡ് ടൂളുകളും ആദ്യമായി നിർമ്മിച്ചത് സ്റ്റാൻലി കമ്പനിയാണ്. വാട്ടർ ലെവലുകൾ, പേപ്പറുകളും കാർഡ്ബോർഡുകളും കട്ട് ചെയ്യുന്ന നൈഫ്, സ്റ്റീൽ കട്ടിംഗ് സിസറുകൾ എന്നിവ സ്റ്റാൻലിയുടേത് വളരെ പ്രശസ്തമാണ്. ഇനി നമുക്ക് സ്റ്റാൻലിയുടെയും സ്റ്റാൻലിയുടെ അമരക്കാരനായ ഫ്രെഡറിക് സ്റ്റാൻലിയുടെയും ചരിത്രത്തിലേക്ക് കടക്കാം. 1843 അമേരിക്കയിലെ കണക്റ്റിക്കട്ട് സ്റ്റേറ്റിലെ വ്യവസായ നഗരമായ ന്യൂ ബ്രിട്ടനിൽ തൻ്റെ 41-ാമത്തെ വയസ്സിൽ ഒരു കൊച്ചു കടമുറി തുടങ്ങി സ്ക്രൂകളും ബോൾട്ടുകളും വാതിലുകൾക്കാവശ്യമായ ഹിഞ്ചസുകളും നിർമ്മിച്ച് അവിടെ തന്നെ വിൽപ്പന നടത്തിയും കൂടുതൽ കച്ചവടം ലഭിക്കുന്നതിനായി കുതിരപ്പുറത്ത്
തൻ്റെ ഉൽപ്പന്നങ്ങളുമായി നാട് മുഴുവൻ സഞ്ചരിച്ച് കച്ചവടം നടത്തിയും ഉൽപ്പന്നത്തിൻ്റെ മേന്മ കൊണ്ട് പെട്ടെന്ന് പ്രശസ്തനായ ഫ്രെഡറിക് സ്റ്റാൻലി തൻ്റെ ബിസിനസ് വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി തൻ്റെ ബന്ധുവും സ്റ്റാൻലി ടൂൾ ആൻഡ് ലെവൽ എന്ന കമ്പനിയുടെ ഉടമസ്ഥനുമായ ഹെൻറി സ്റ്റാൻലിയെയും തൻ്റെ കമ്പനിയിൽ ചേർക്കുന്നു. ഇവരുടെ ഉൽപ്പന്നമായ വാട്ടർ ലെവൽ, മെഷറിങ്ങിന് ഉപയോഗിക്കുന്ന സ്കെയിലുകൾ എന്നിവയാണ് ഇവർ നിർമ്മിക്കുന്നത്. ഇതോടുകൂടി കമ്പനി കൂടുതൽ വളർന്നെങ്കിലും ആശാരിമാർക്കാവശ്യമായ ഹാൻഡ് പ്ലെയിനർ നിർമ്മിച്ചതോടുകൂടിയാണ് കമ്പനി വളരെ പ്രശസ്തമായത്. ഇത് ആശാരിമാരിൽ നിന്ന് കൂടുതൽ സ്വീകാര്യത ലഭിക്കുകയും ഇന്ന് പല പുരാവസ്തു ശേഖരങ്ങളിലും സ്റ്റാൻലിയുടെ പഴയ പ്ലെയിനറുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. കമ്പനിയുടെ വളർച്ചയ്ക്കനുസരിച്ച് ഇലക്ട്രിക് ടൂൾ നിർമ്മാണത്തിലേക്ക് കാലെടുത്തു വെക്കുന്നതിനായി പ്രമുഖ ഇലക്ട്രിക് ടൂൾ നിർമ്മാതാക്കളായ ബ്ലാക്ക് ആൻഡ് ഡെക്കറുമായി 2010 ലയിക്കുകയും കമ്പനിയുടെ പേര് സ്റ്റാൻലി ബ്ലാക്ക് ആൻഡ് ഡെക്കർ എന്നായി മാറുകയും ചെയ്യുന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ടൂൾ നിർമ്മാതാക്കളും ഏകദേശം 150ഓളം രാജ്യങ്ങളിലും ഇവരുടെ ടൂളുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കാലഘട്ടത്തിനനുസരിച്ച് ബിസിനസ്സിൽ മാറ്റം വരുത്തുന്നതിൻ്റെ ഭാഗമായി ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും സൈനികർക്കാവശ്യമായ പടക്കോപ്പുകൾ സൂക്ഷിക്കുന്ന പെട്ടികളും സൈനികർ ഉപയോഗിക്കുന്ന ബെൽറ്റുകളും യുദ്ധത്തിനാവശ്യമായ താൽക്കാലിക പാലങ്ങളും മറ്റും നിർമ്മിക്കുന്നതിനാവശ്യമായ ടൂളുകളും നിർമ്മിച്ചു നൽകിയത് സ്റ്റാൻലി കമ്പനിയാണ്. അതുപോലെ തന്നെ അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷകരായ നാസയ്ക്ക് വേണ്ടി ഗുരുത്വാകർഷണ ബലം കുറഞ്ഞ ഇടങ്ങളിൽ ജോലി ചെയ്യാൻ പറ്റിയ ടൂളുകൾ നിർമ്മിച്ചു നൽകിയും കമ്പനി അതിൻ്റെ പ്രാഗൽഭ്യം തെളിയിക്കുകയായിരുന്നു. ഇനി നമുക്ക് ബിസിനസ്സിലേക്ക് കാലെടുത്തു വെക്കാൻ ഉദ്ദേശിക്കുന്നവർക്കായി ഫ്രെഡറിക് സ്റ്റാൻലിയുടെ തൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി താൻ സഹിച്ച കഷ്ടപ്പാടിലൂടെ നേടിയ വിജയത്തിൻ്റെ കഥയറിയാം. അമേരിക്കയിലെ കണക്റ്റിക്കട്ട് സ്റ്റേറ്റിലെ ന്യൂ ബ്രിട്ടനിൽ ഒരു കർഷക കുടുംബത്തിലാണ് ഫ്രെഡറിക് സ്റ്റാൻലി ജനിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ന്യൂ ബ്രിട്ടൻ വ്യാവസായിക മേഖലയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന കാലം. കാർഷിക വൃത്തിയേക്കാൾ വരുമാനം വ്യവസായ മേഖലയിൽ നിന്ന് ലഭിച്ചതോടെ ചെറിയ ചെറിയ വ്യവസായ മേഖലകളിലേക്ക് കടന്നു. അങ്ങനെ ഫ്രെഡറിക് സ്റ്റാൻലി തൻ്റെ 16ാമത്തെ വയസ്സിൽ ഒരു ചെറിയ ഇരുമ്പ് കടയിൽ ജോലിക്ക് കയറുന്നു. ഷോപ്പിലുള്ള അമിതമായ ബിസിനസ്സും മുതൽ മുടക്കിൽ ലഭിക്കുന്ന ലാഭവും സ്റ്റാൻലിയിലെ ബിസിനസ്സുകാരനെ ഉണർത്തുകയും അതിനായി അദ്ദേഹം തൻ്റെ അടുത്തുള്ള വലിയ സിറ്റിയായ ഫിലാഡൽഫിയയിലേക്ക് മാറുന്നു. അവിടെയും പലതരത്തിലുള്ള ജോലികൾ ചെയ്ത് പിന്നീട് ഒരു കമ്പനിയിൽ നിന്ന് സ്ക്രൂകളും ബോൾട്ടുകളും വിൽക്കുന്നതിൻ്റെ ഏജൻസി എടുക്കുന്നു. ഇത് പല ഷോപ്പുകളിലും വിതരണം നടത്തി ബാക്കി വരുന്നവ വിൽക്കുന്നതിനായി ന്യൂ ബ്രിട്ടനിൽ ഒരു ചെറിയ ഷോപ്പും അദ്ദേഹം ആരംഭിക്കുന്നു. ഇതിന് അദ്ദേഹം സ്റ്റാൻലി ബോൾട്ട് എന്ന് പേരും നൽകുന്നു. പിന്നീട് അത് സാമ്പത്തിക മാന്ദ്യകാലത്ത് തകർന്നു പോകുകയും അതിനുശേഷം 1843 സ്റ്റാൻലി എന്ന കമ്പനി ആരംഭിക്കുന്നത്.
ന്യൂ ബ്രിട്ടനിൽ സ്റ്റാൻലി കമ്പനി വളരുന്നതിനനുസരിച്ച് അദ്ദേഹം തൻ്റെ സിറ്റിയിലെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുകയും സിറ്റിക്ക് വേണ്ടി ഒട്ടനവധി പുരോഗമന പ്രവൃത്തികൾ ചെയ്തതോടെ അദ്ദേഹത്തെ ന്യൂ ബ്രിട്ടൻ്റെ ആദ്യത്തെ മേയറായി തിരഞ്ഞെടുക്കുകയും തൻ്റെ സേവനം രാജ്യത്തിന് പുരോഗതി ലഭിക്കുന്നതിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. 1883 ഓഗസ്റ്റ് 2-ാം തീയതി തൻ്റെ 80-ാം വയസ്സിൽ അദ്ദേഹം ലോകത്തോട് വിടവാങ്ങി. ലോകത്തിലെ ഏറ്റവും വലിയ ടൂൾ നിർമ്മാതാക്കളായ സ്റ്റാൻലിയെ ഇന്ന് നയിക്കുന്നത് ഡൊണാൾഡ് അലൻ ജൂനിയർ ആണ്. ഒരു കൊച്ചു കടമുറിയിൽ നിന്ന് കുതിരപ്പുറത്ത് വരെ സഞ്ചരിച്ച് ബിസിനസ് ചെയ്ത് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഹാൻഡ് ടൂൾ നിർമ്മാതാക്കളായ സ്റ്റാൻലിയെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്ന് കരുതുന്നു. മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം പൂമുഖം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.